അപ്പോൾ നമ്മുടെ മക്കളെ നമ്മളെ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഏതായിരുന്നു ചാർലിൻ്റെ ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഏകദേശം അത് ഓക്കെ അല്ലേ, ചാർലി ഓക്കെ ആണല്ലോ, നോട്ട്സൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. പിന്നെ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ, അത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് കേട്ടോ, ആ ഒരു ചാർലിൻ്റെ ചാപ്റ്റർ. ഇനി നമുക്ക് ഈ ഒരു കവിത എന്ന് പറയുമ്പോൾ നമുക്ക് ഹാഫ് ഇയർലി എക്സാം, ഇപ്പോൾ നമുക്ക് എക്സാമിൻ്റെ കാര്യമൊക്കെ ഇനി പോട്ടെ, നമ്മൾ ക്വാർട്ടർലി എക്സാം, ഹാഫ് ഇയർലി എക്സാം, ആനുവൽ എക്സാം, ഈ 3 എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്റർ. അതിലുപരി നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററും കൂടിയാണ് കേട്ടോ. നല്ല ഈസി വേർഡ്സുകളാണ്, നമുക്കിതിൽ പെട്ടെന്ന് നമുക്ക് പഠിക്കാനൊരു ബുദ്ധിമുട്ടായിട്ട് വരെ ഒന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്നൊരു ചാപ്റ്ററാണ് അഗാ ലവ് ഉസ്കേ ബാദ് എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മളൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അത് എഴുതിയ ആളെ കുറിച്ച് പഠിക്കണം, അത് ഏത് വിധത്തിലുള്ള രചനയാണെന്ന് പഠിക്കണം. കിസ് വിതാക്കി, ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അഗാ ലവ് ഉസ്കേ ബാദ് കിസ് വിതാക്കി രചന, അത് ഏത് തരത്തിലുള്ള രചനയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയും, അതൊരു കവിതയാണ്, അപ്പോൾ കവിത അല്ലേ, അങ്ങനെ എഴുതാൻ കഴിയും. പിന്നെ അത് എഴുതിയ വ്യക്തിയുടെ പേരെന്താണ്? നാഗാർജുൻ സാറാണ് ഇത് എഴുതിയിട്ടുള്ളത്, നാഗാർജുൻ ജി കേട്ടോ. അപ്പോൾ നാഗാർജുനാണ് ഇത് എഴുതിയിട്ടുള്ളത്. അകാൽ ഔർ ഉസ്കേ ബാദാണ് ഹെഡിങ്. അകാൽ എന്ന് പറഞ്ഞാൽ ക്ഷാമവും ഉസ്കേ ബാദ് അതിനു ശേഷവും. അപ്പം ഈ ചാപ്റ്ററിൽ വരുന്നത് ടോട്ടൽ 8 ലൈനാണ് വരുന്നത്. ഈ 8 ലൈനിൽ നമുക്ക് ഫസ്റ്റിലെ 4 ലൈന് ക്ഷാമകാലാണ്, അതായത് ഒരു വീട്ടിലെ ക്ഷാമം, ഭയങ്കര ക്ഷാമമാണ്, അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, ഒന്നുമില്ല, വീട്ടിൽ ധാന്യങ്ങളില്ല, ഒന്നുമില്ല. അപ്പം ക്ഷാമം എന്ന് പറയുമ്പോൾ, അതായത് ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ എന്തെന്നറിയാം, ആ വീട്ടിലെ മനുഷ്യനെ മാത്രമല്ല അത് ബാധിക്കുള്ളൂ, ആ വീട്ടിൽ എന്തെല്ലാം പ്രാണികൾ, എന്തെല്ലാം ജന്തുക്കളുണ്ടോ അവരെല്ലാം അത് ബാധിക്കും. അതായത് ഒരു പശു ഉണ്ടോ, അല്ലെങ്കിൽ ഒരു കാക്ക ഉണ്ടോ, പിന്നെ അതുപോലെ നായ ഉണ്ടോ, അതുപോലെ പൂച്ച, എന്താണെങ്കിലും അത് അവരെ ബാധിക്കും. അതെല്ലാം ആ വീട്ടിൽ ദാരിദ്ര്യം എല്ലാം കഴിഞ്ഞ് നല്ല എന്താ പറയുക, ഭക്ഷണ കാര്യങ്ങളൊക്കെ വരികയാണെന്ന് വെച്ചാൽ അതും എല്ലാവരെയും ബാധിക്കും അല്ലേ, അങ്ങനെ സംഭവിക്കുക. അപ്പം ഇവിടെ ഫസ്റ്റ് 4 ലൈനിൽ പറയുന്നത് ക്ഷാമകാലത്തെ കുറിച്ചിട്ടും, അതിന് ശേഷമുള്ള 4 ലൈനിൽ പറയുന്നത് ക്ഷാമകാലം കഴിഞ്ഞു, ഇപ്പം എന്തായി, ആ വീട്ടിൽ നല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ വന്നു, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു 2 പാർട്ടായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് എഴുതിയ വ്യക്തിയുടെ പേരെന്താണ്? നാഗാർജുനാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, മനസ്സിൽ നിന്ന് എപ്പോഴും നോട്ട് ചെയ്ത് വെക്കണം, കാരണം നമുക്ക് അത്ര ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഇത്. ആനുവൽ എക്സാമിൽ നിന്ന് ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹാഫ് ഇയർലി എക്സാമിനും അതുപോലെ ക്വാർട്ടർലി എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് എല്ലാ എക്സാമും കണക്ക് തന്നെയാണ്, കണക്കെന്നല്ല എല്ലാ എക്സാമും എന്തായാലും വരുമല്ലോ അല്ലേ. അപ്പം നമുക്ക് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക, ഫസ്റ്റ് പാരഗ്രാഫ് നോക്കുക. ഫസ്റ്റ് പാരഗ്രാഫിൽ 4 ലൈനാണുള്ളത്, 4 ലൈൻ ഞാൻ വായിച്ചു തരാം. എന്താ പറയുന്നത്? കൈ ദിനോം തക്ക് ചുൽഹ രോയ ചക്കി രഹി ഉദാസ്, കൈ ദിനോം തക്ക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്, कई दिनों तक लगी बीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. അപ്പോൾ ഈ 4 വരിയിൽ പറയുന്നത് എന്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നതോ, ഞാൻ നേരത്തെ പറഞ്ഞു 4 ലൈനിൽ പറയുന്നത് ക്ഷാമകാലം, ഒരു വീട്ടിൽ ക്ഷാമമാണ്. ക്ഷാമം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്, അങ്ങനത്തെ ഒരു സമയമാണ്. അപ്പം ആ ക്ഷാമകാലത്തിൽ ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്? ചുൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പ്, അതുപോലെ ചക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ ആട്ടുകല്ല്, അമ്മിക്കല്ല് എന്നൊക്കെ പറയുമല്ലോ അത്. പിന്നെ പറയുന്നത് കാനി കുത്തിയ എന്ന് പറഞ്ഞാൽ ഒറ്റ കണ്ണുള്ള പട്ടിയാണ്, ആ ഒറ്റ കണ്ണുള്ള പട്ടീനെ. പിന്നെ പറയുന്നത് ചിപ്കലി എന്ന് പറഞ്ഞാൽ പല്ലികളാണ്. പിന്നെ ചൂഹ എന്ന് പറഞ്ഞാൽ എലി, ചൂഹം കണ്ടില്ലേ, അത് എലി. അപ്പം ഇത്രയും വസ്തുക്കളെയാണ് ഈ ക്ഷാമം, അതായത് ഈ അകാല് ബാധിച്ചിരിക്കുന്നത്. അതായത് അതിൽ പുറമെ വീട്ടിലെ മനുഷ്യന്മാരെയും അല്ലേ. അപ്പോൾ ക്ഷാമം എന്ന് പറയുമ്പം ഒരു വീട്ടിലെ മനുഷ്യനെ മാത്രമല്ല, ആ വീട്ടിൽ എന്തെല്ലാം മിണ്ടാപ്രാണികളുണ്ടോ അവരെല്ലാം അത് ബാധിക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇനി ഫസ്റ്റ് ലൈന് നോക്കിക്കോളൂ. കൈ ദിനോം തക്ക് ചുൽഹ രോയ. എന്താ രോയ എന്ന് പറഞ്ഞാൽ കരയുക അല്ലേ. കൈ ദിനോം തക്ക്, കുറേ ദിവസങ്ങളായിട്ട് ചുൽഹ രോയ, അടുപ്പ് കരയുകയാണ്. അപ്പം ഇവിടെ ഒരു പോയിന്റ് വന്നു. ഇനി നമുക്കതിൻ്റെ റീസൺ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അടുപ്പ് കരയുന്നത്? എന്തുകൊണ്ടായിരിക്കാം അടുപ്പ് കരയുന്നുണ്ടാവുക? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഒരു അടുപ്പിൻ്റെ ജോലി എന്ന് പറയുന്നത് കത്തുക എന്നുള്ളതാണ് അല്ലേ. പക്ഷേ ഇവിടെ ഈ അടുപ്പ് വീട്ടിൽ ക്ഷാമം എന്ന് പറയുമ്പോൾ വീട്ടിൽ ധാന്യങ്ങളൊന്നുമില്ല, എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്യാൻ എനിക്ക് ധാന്യങ്ങളില്ല. അപ്പോൾ ഈ ഭക്ഷണം പാകം ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അടുപ്പ് കത്തിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഈ അടുപ്പ് കത്തിക്കാത്തത് കാരണമാണ് ആര് കരയുന്നത്? നമ്മുടെ ചുൽഹ കരയുന്നത്. അപ്പോൾ ചുൽഹ രോനൊക്കെ കാരണം മനസ്സിലായോ? എന്താ വരിക? ഘർമേ എന്താണ്? ഭോജൻ നെഹി പക്കവാൻത, ചുൽഹ നെഹി ജലായ ഇസി കാരൻ ചുൽഹ രോ രഹാദ.
മനസ്സിലായോ? അതായത് വീട്ടിൽ എന്തില്ല, ഭക്ഷണം ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് തന്നെ വീട്ടിൽ അടുപ്പും കത്തിക്കണില്ല. ഈ കാരണം കൊണ്ടാണ് ആര് കരയുന്നത്? നമ്മുടെ ചുൽഹ കരയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുകയാണ് ചക്കി രഹി ഉദാസ്. ചക്കി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു അമ്മിക്കല്ലിൽ ആട്ടുകല്ല് കേട്ടോ. അതുപോലെ ഈ അമ്മിക്കല്ലിന് ഭയങ്കര ഉദാസാണ്. എന്താ ഉദാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം. ഈ അമ്മിക്കല്ലിൽ ഈ ആട്ടുകല്ല് എന്തിനാണ് സങ്കടപ്പെടുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? അപ്പം അതിൻ്റെതായൊരു ജോലിയുണ്ട്. ഈ അമ്മിക്കല്ലിന് അതിൻ്റെതായൊരു ജോലിയുണ്ട്. ആ ജോലി ആർക്ക് ചെയ്യാൻ കഴിയണില്ല? അമ്മിക്കല്ലിന് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ അമ്മിയുടെ ജോലി എന്താണ്? അരക്കുക എന്നുള്ളതാണ് അമ്മിയുടെ ജോലി. അപ്പം അരക്കുക എന്നുള്ളതിന് ഹിന്ദിയിൽ പറയുക പീസിനാണ് കേട്ടോ. അപ്പം ഈ അമ്മിമ്മൽ അരക്കാൻ വീട്ടിൽ എന്തില്ല, ഒരു ധാന്യങ്ങളും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് അമ്മിക്കല്ലിനും വളരെയധികം എന്താണ് സങ്കടം എന്ന് പറയുന്നത്. അപ്പം നമുക്കതെങ്ങനെ പറയാം? ചക്കി പർ പീസിനെ കേലിയേ. പറന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, മുകളിൽ അല്ലേ, ചക്കിമേൽ അമ്മിയുടെ മുകളിൽ പീസിനെ കേലിയ. പീസിനെന്ന് പറഞ്ഞാൽ അരക്കും അല്ലേ, അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഘർമേം വീട്ടിൽ കോയി ധാന്യ ബീനഹീത, ഒരു ധാന്യവുമില്ല. ഇസി കാരണം ചക്കി ഉദാസപ്പെടുത്തി. ഈ കാരണം കൊണ്ടാണ് ആര് സങ്കടപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ ചക്കി, അതായത് അമ്മിക്കല്ല് സങ്കടപ്പെട്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു, രണ്ടാളുടെ കാര്യം പറഞ്ഞു, അടുപ്പിൻ്റെ കാര്യവും പറഞ്ഞു, അമ്മിക്കല്ലിൻ്റെ കാര്യവും പറഞ്ഞു അല്ലേ. ഇവർ രണ്ടാളും സങ്കടപ്പെടാനും കരയാനുള്ള കാരണം നമുക്ക് മനസ്സിലായി. അടുപ്പ് കരയാനുള്ള കാരണം അടുപ്പിൽ എന്ത് കത്തിക്കുന്നില്ല, തീ കത്തിക്കുന്നില്ല. അപ്പോൾ അടുപ്പിൻ്റെ ജോലി ചെയ്യാൻ പറ്റാത്തോട്ട് അടുപ്പ് കരയാണ്. അമ്മിക്കല്ലിൻ്റെ സങ്കടം എന്താണ്? അമ്മിക്കല്ലിൻ്റെ ഒരു ജോലിയുണ്ട്, അതും അമ്മിക്കല്ലിന് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മിക്കല്ല് എന്താവുകയാണ് സങ്കടപ്പെട്ടിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ചക്കി पर पीसने के लिए घर में कोई धान्य भी नहीं था, इसी कारण चक्की उदास पड़ती है എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ലൈനിൽ എന്താ പറയുന്നത്? കൈ ദിനോം തക്ക് കാനി കുത്തിയ സോയി ഉനിക്കെ പാസ്. ഇവിടെ ഉനിക്കെ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. എന്താ മനസ്സിലാക്കിയെടുക്കണമെന്ന് അറിയോ? ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പറയാണ് കൈ ദിനം എന്നൊക്കെ കുറേ ദിവസങ്ങളായിട്ട് കാനി കുത്തിയ. അവിടെ കുത്താന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല. കുത്താന്ന് പറഞ്ഞാൽ നായ അല്ല, കുത്തിയ എന്ന് പറഞ്ഞാൽ പട്ടി. ഇവിടെ കാനി കുത്തിയ നല്ലൊരു ഒറ്റക്കണ്ണുള്ള പട്ടി. ഒരു ഒറ്റക്കണ്ണുള്ള പട്ടി സോയി ഒനിക്കെ പാസ് അവരുടെ അടുത്ത് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇവിടെ ഒനിക്കെ എന്ന് പറയുമ്പോഴേ ആരൊക്കെ വരണമെന്നറിയോ? നമ്മുടെ ചക്കിയും ചുൽഹയുമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡെഫിനിഷൻ എഴുതുമ്പോൾ നമ്മൾ ഒരിക്കലും ഉനിക്കെന്ന് എഴുതരുത്. ചക്കി അതുപോലെ ചുൽഹാക്കെ പാസ് തന്നെ എഴുതുക, രണ്ടിൻ്റെ അടുത്ത് എന്നുള്ളതിന്. അപ്പോൾ നമ്മൾ ഇവിടെ ചക്കി ചുൽഹ എന്ന് പറയുന്നതിന് പകരമായിട്ടാണ് ഇവിടെ ഉനിക്കെന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആശയം എഴുതുമ്പോൾ എന്ത് വേണം? ചക്കി അവർ ചുൽഹ എന്ന് സെപ്പറേറ്റ് എഴുതന്നെ വേണം കേട്ടോ. അപ്പോൾ ഇവിടെ പറയുകയാണ് കൈ ദിനം തക്ക് കാനി കുത്തിയ സോയി ഉനിക്കെ പാസ്. കുറേ ദിവസങ്ങളായിട്ട് ഒരു ഒറ്റ കണ്ണുള്ള പട്ടി അതിൻ്റെ അടുത്ത് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് ഈ പട്ടി അടുപ്പിൻ്റെയും അതുപോലെ അമ്മിക്കല്ലിൻ്റെ അടുത്ത് കിടന്നുറങ്ങണം? അതിൻ്റെ ഉറങ്ങാനുള്ള കാരണം എന്താണ്? ഒരു പട്ടിയാണ്. ആ പട്ടിക്ക് വല്ല തൊടിയിലോ പറമ്പിലോ റോട്ടിലോ അവിടെ പോയി കിടന്നുറങ്ങിക്കൂടെ? പക്ഷെ അവിടെ ഒന്നും കിടക്കാണ്ട് എന്തുകൊണ്ടായിരിക്കാം ഈ പട്ടി ഈ അടുപ്പിൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നത്? ഈ അടുപ്പും അതുപോലെ ഈ അമ്മിക്കല്ലും എന്താണ്? ഭക്ഷണവുമായി ബന്ധപ്പെട്ട രണ്ട് സംഭവങ്ങളാണ്. അപ്പം ഈ പട്ടി ഭക്ഷണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവരുടെ അടുത്ത് കിടന്നുറങ്ങുന്നത്. എനിക്കറിയാം, പട്ടിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ എന്തുണ്ടാവും, ഭക്ഷണം പാകം ചെയ്യും, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ആര് കിടന്നുറങ്ങുന്നത്? പട്ടി അല്ലേ. അപ്പം നമുക്ക് പറയാം എന്ത്, ഏക്ക് കാനി കുത്തിയ ഭോജനിക്ക് പ്രതീക്ഷ കേലിയേ എന്താണ് ചക്കി ഔർ ചുൽഹാക്കെ പാസ് സോരഹാദ. മനസ്സിലായോ? ഇപ്പം രണ്ട് ലൈനിൻ്റെ മീനിങ് ഒക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് ലൈന് പറയുന്നത് കൈ ദിനോം തക്ക് ലഗി ബീത്ത് പർ ചിപ്കലിയോം കി ഗസ്ത്. ഗസ്ത് പറഞ്ഞാൽ ഘൂമിന കേട്ടോ, കറങ്ങുക, തിരിയുക. ഷിഗസ് അതായത് അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങളായിട്ട്, ചിപ്കലി എന്ന് പറഞ്ഞാൽ പല്ലിയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ബീത്ത് പറഞ്ഞാൽ ദീവാർ, ചുമര്, വീടിൻ്റെ ചുമര്. ഈ ചുമരുകളിലൂടെ ചിപ്കലി നമ്മൾ പല്ലികൾ കറന്ന് ഇങ്ങനെ വട്ടം കറങ്ങുകയാണ്. അവരുടെ അവസ്ഥയും വളരെ ദയനീയമാണ്. അപ്പോൾ ഈ പല്ലികൾ എന്തിനായിരിക്കാം ചുമലിലൂടെ കടന്ന് കളിക്കുന്നത്? പല്ലികളുടെ ഭക്ഷണം എന്താണ്? കീടങ്ങളാണ്, പ്രാണികളാണ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം എന്ത്, ഗർക്കെ ദീവാരോം പർ, വീടിൻ്റെ ചുമരുകളിലൂടെ ക്രീഡോം കെ ദേക്കിനെ കേലിയേ, ക്രീഡങ്ങളെ നോക്കിക്കൊണ്ട് തിരഞ്ഞുകൊണ്ട് ചിപ്കലിയാം അല്ലേ, പല്ലികൾ ഇധർ ഉധർ ഘൂമിരഹാദ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ. ഘൂമിന എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിയുക, ചുറ്റിക്കറങ്ങുക അല്ലേ. അപ്പോൾ പല്ലികൾക്കും എന്താണ്, പല്ലിനെ സംബന്ധിച്ചിടത്തോളം പല്ലികൾക്കും എന്ത് സംഭവിച്ചിട്ടുണ്ട്? ക്ഷാമം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പല്ലികൾക്ക് ഒന്നും കഴിക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ ക്ഷാമം എന്ന് പറയുമ്പോൾ വീട്ടിലെ അംഗങ്ങൾക്ക് മാത്രമല്ല, വീട്ടിൽ എന്തെല്ലാം പ്രാണികളുണ്ടാവുമോ അവയെല്ലാം അത് ബാധിക്കുന്നതാണ് പറയുന്നത് അല്ലേ. അപ്പം അവിടുത്തെ പല്ലികൾക്ക് വരെ ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നില്ല. അവർ വരെ വീടിൻ്റെ ചുമരിലൂടെ എന്താവുകയാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക എന്നാണ് പറയുന്നത്.
പിന്നെ പറയുകയാണെന്ത് കൈ ദിനം തക്ക് ചൂഹം കി ബി ഹാലത്ത് രഹി ഷിഗസ്ത് പറഞ്ഞാൽ ഉദാസായ കേട്ടോ. അപ്പം കുറേ ദിവസങ്ങളായിട്ട് ചൂഹ എന്ന് പറഞ്ഞാൽ ചുൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പും, ചൂഹ എന്ന് പറഞ്ഞാൽ എലിയാണ് കേട്ടോ. എലികളുടെ അവസ്ഥ വളരെയധികം ദയനീയമാണ്. കുറേ ദിവസങ്ങളായിട്ട് എലിയുടെ അവസ്ഥ വളരെ ദയനീയം എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ ധാന്യങ്ങളില്ല. ഈ വല്ല ധാന്യങ്ങളുണ്ടെങ്കിലല്ലേ എലിക്കും കഴിക്കാൻ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ എലികൾക്കും എന്തില്ല. അപ്പോൾ നമുക്ക് പറയാം ഗർമേം ചൂഹോം കി ഖാനെ കേലിയ കുച്ച്ബി നഹീദ അല്ലേ. വീടുകളിലെ എലികൾക്ക് കഴിക്കുന്നതിന് വേണ്ടി കുച്ച്ബി നഹീദ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഈ കാരണം കൊണ്ട് ചൂഹം കി ഹാലത്ത് ബഹുത്ത് ദയനീയത, എലികളുടെ അവസ്ഥ എന്തായിരുന്നു, വളരെയധികം ദയനീയമായിരുന്നു. ഇതാണ് ഈ 4 വരിയിൽ പറയുന്നത്. ഇനി നമുക്ക് വരാൻ പോകുന്നത് നെക്സ്റ്റ് 4 ലൈനാണ്. ആ 4 ലൈനിൽ പറയുന്നത് ഈ ക്ഷാമകാലമൊക്കെ മാറി, വീട്ടിലെ ക്ഷാമമൊക്കെ മാറി, ഇപ്പം ആ വീട്ടിൽ ഭക്ഷണവും കാര്യങ്ങളൊക്കെ വരികയാണ്. അതാണ് നെക്സ്റ്റ് 4 ലൈനിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, എന്താണ് दाने आए घर के अंदर कई दिनों के बाद എന്താണ് धुआं उड़ा आंगन से ऊपर कई दिनों के बाद चमक उड़ी घर भर की आंगन कई दिनों के बाद कौवे ने गुजलाई पंखिम कई दिनों के बाद. അപ്പം എന്താ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ദാനെ ആയെന്നാണ് ധാന്യങ്ങൾ വന്നു, ഗർക്കെ അന്തർ വീടിൻ്റെ ഉള്ളിൽ, കൈ ദിനം കേബാദ് കുറേ ദിവസങ്ങൾക്ക് ശേഷം. ഫസ്റ്റ് 4 ലൈനിൽ എന്താണോ പറയുന്നത് അതിൻ്റെ നേരെ ഉൾട്ടയാണ് ഏതിൽ വരുന്നത്, രണ്ടാമത്തെ ഇതിൽ പാട്ടിൽ വരുന്നത് കേട്ടോ, നെക്സ്റ്റ് 4 ലൈനിൽ വരുന്നത്. അപ്പം ദാനെ ആയേ ഗർക്കെ അന്തർ കൈ ദിനം കേബാദ് അല്ല, ധാന്യം വന്നു വീടിൻ്റെ ഉള്ളിൽ, കൈ ദിനം കേബാദ് കുറേ ദിവസങ്ങൾക്ക് ശേഷം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഫസ്റ്റിലെ 4 ലൈനിലും സെക്കൻഡിലെ 4 ലൈനിലും തമ്മിൽ വ്യത്യാസം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം അതിൽ ഫസ്റ്റിലാണ് കൈ ദിനം കേബാദ് വരുന്നത്, ഇവരെ നേരെ ഓപ്പോസിറ്റാണ് കൈ ദിനം കേബാദ് വരുന്നത്. അപ്പോൾ തന്നെ നമുക്കൊരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലേ. അപ്പം ഫസ്റ്റ് ലൈനിൽ പറയുകയാണ് ദാനെ ആയേ ഗർക്കെ അന്തർ കൈ ദിനം കേബാദ് കുറേ ദിവസങ്ങൾക്ക് ശേഷം വീടിൻ്റെ ഉള്ളിൽ എന്ത് വന്നു, ധാന്യങ്ങൾ വന്നു, ധുവാം ഉടാം ആംഗൻ സെ ഊപ്പർ കൈ ദിനം കേബാദ്. അപ്പോൾ വീട്ടിൽ ധാന്യം വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, അടുപ്പ് കത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കും അല്ലേ. ആ ഭക്ഷണം ഉണ്ടാക്കുന്നത് കാരണം ധുവാമുട പുക പാറാൻ തുടങ്ങി. എവിടെ, ആംഗൻസെ ഊപ്പർ കൈ, മുറ്റത്തിൻ്റെയും അതുപോലെ ആങ്കൻ എന്ന് പറഞ്ഞാൽ മുറ്റാണ് കേട്ടോ, മുറ്റത്തിൻ്റെ വീണ്ടൊക്കെ മുകളിലൂടെ കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്ത് പാറാൻ തുടങ്ങി, പുക പാറിക്കളിക്കാൻ തുടങ്ങി. പിന്നെ പറയുകയാണെന്ത് ചമക്ക് ഉടി ഗർഭർക്കി ആംഗ്യം കൈ ദിനം കേബാദ് അല്ലേ. കുറേ ചമക്ക് എന്ന് പറഞ്ഞാൽ വെട്ടിത്തിളങ്ങ. അപ്പോൾ വെട്ടിത്തിളങ്ങാൻ തുടങ്ങി എന്ത്, ഗർഭർക്കി ആംഗ്യം, ഗർഭർ എന്ന് പറഞ്ഞാൽ വീട്ടുകാർ കേട്ടോ. ആ വീട്ടുകാരുടെ കണ്ണുകളെല്ലാം കൈ ദിനം കേബാദ്. അപ്പോൾ നമ്മൾ ഈ കണ്ണിലൊക്കെ പ്രസരിപ്പ് വരിക എപ്പോഴാണ്, മനസ്സിലേക്ക് സന്തോഷം അല്ലേ. നമ്മൾ വീട്ടിലൊക്കെ ഒരു എന്താ പറയുക, ഒരു സന്തോഷം ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മളെ മുഖത്ത് നമ്മളെ കണ്ണിനൊക്കെ ഒരു പ്രസരിപ്പ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ പറയുകയാണെന്ന് വെച്ചാൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീട്ടുകാരുടെ കണ്ണൊക്കെ വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. കാരണം അവരുടെ ദാരിദ്ര്യം ക്ഷാമമൊക്കെ മാറി, ഇപ്പം നല്ലതായിട്ട് ഭക്ഷണം കഴിക്കാനുണ്ട് അവർക്ക്, വീട്ടിലെല്ലാം നല്ല ഹാപ്പിയാണ്. അപ്പോൾ അവരുടെ കണ്ണുകളിൽ എന്തുണ്ടാവാൻ തുടങ്ങി, ആ ഹാപ്പി ഫീൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ കൗവനെ ഗുജലായി പങ്കയും കൈ ദിനം കേബാദ് കുറേ ദിവസങ്ങൾക്ക് ശേഷം കാക്കകളെല്ലാം തങ്ങളുടെ ഗുജലാന എന്ന് പറഞ്ഞാൽ തന്നെ ചൊറിയുക കേട്ടോ. കൗവ എന്ന് പറഞ്ഞാൽ കാക്ക, പങ്ക് എന്ന് പറഞ്ഞാൽ അവരുടെ തൂവൽ ചിറക്. കുറേ ദിവസങ്ങൾക്ക് ശേഷം കാക്കയുടെ തൂവലൊക്കെ ചൊറിയാൻ തുടങ്ങി. അതായത് ഈ കാക്കകൾക്കൊക്കെ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാലേ അവർക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവരെ ഭക്ഷണം കഴിച്ചാൽ അവരെ വയറൊക്കെ നിറഞ്ഞ് സന്തോഷമായി കഴിഞ്ഞാലുണ്ട് അവർക്ക് ചിറകൊക്കെ ഒരു കുടഞ്ഞിട്ട് പിന്നെ ആ കൊക്കിനെ കൊണ്ടൊക്കെ ഒരു ചൊറിയലൊക്കെ ഉണ്ട്, കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ കാക്കയ്ക്ക് വേറെ എന്തായി ഇപ്പം ഭക്ഷണം കിട്ടാൻ തുടങ്ങി, മനസ്സിലായില്ലേ. അപ്പം അതാ ഞാൻ പറയുന്നത്, നമുക്ക് ക്ഷാമം എന്ന് പറയുമ്പം ആ ക്ഷാമം വീട്ടിലുള്ളവരെയും ആ വീട്ടിലുള്ള അതായത് പക്ഷികൾ ചെറിയ പ്രാണികൾ എന്താ വെച്ചാൽ അവരെല്ലാം അത് ബാധിക്കും. അതുപോലെ തന്നെ ക്ഷാമം മാറിക്കഴിഞ്ഞാലും അത് ആരെ ബാധിക്കും, എല്ലാ വീട്ടുകാരെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും അത് ബാധിക്കും അല്ലേ. ഇപ്പോൾ ആ വീട്ടിലെ ക്ഷാമം മാറിക്കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ വരുന്ന കാക്കകൾക്കും വീട്ടുകാരുടെയും എല്ലാവരുടെയും എന്താണ്, കാക്കകൾക്കും ഭയങ്കര സന്തോഷമായി, വീട്ടുകാർക്കും ഭയങ്കര സന്തോഷമായി, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കവിതയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ ഇതിൻ്റെ ആശയം നിങ്ങൾക്ക് എഴുതി വിട്ടുതരാം. അപ്പം ഈ ഒരു ഇത് നിങ്ങൾ നന്നായിട്ട് എൻ്റെ വോയിസ് 2-3 തവണ നിങ്ങൾ കേൾക്കുക കേട്ടോ. ഇനി വേണമെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആശയം അല്ലെങ്കിൽ മലയാളം ഒന്നും കൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. കൈ ദിനം തക്ക് ചുൽഹാരോയ കുറേ ദിവസങ്ങൾ
കുറേ ദിവസങ്ങളായിട്ട് ആര് കരയാണ്? നമ്മുടെ അടുപ്പ് കരയാണ്. ചക്കിരഹി ഉദാസ്, അമ്മിക്കല്ലിനും വളരെയധികം സങ്കടമുണ്ട്. കൈ ദിനം തക്ക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്, കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ കാനി കുത്തിയ ഒറ്റക്കനുള്ള പട്ടി അവരുടെ അടുത്ത് ഉറങ്ങുന്നുണ്ടായിരുന്നു. കൈ ദിനം തക്ക് ലഗി ബീത്ത് പെർ ചിപ്കലിയും കി ഗഷ്ത്, കുറേ ദിവസങ്ങളായിട്ട് വീടിൻ്റെ ചുമരുകളിലൂടെ എലികളും അങ്ങോട്ടും ഇങ്ങോട്ടും പല്ലികളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. കൈ ദിനം തക്ക് ചൂഹോം കോബി ആലസ്ത് രഹേഷി ഗസ്ത്, കുറേ ദിവസങ്ങളായിട്ട് അവിടുത്തെ എലികളുടെ അവസ്ഥ വളരെയധികം ദയനീയമായിരുന്നു. ഇതാണ് ഫസ്റ്റ് ലൈനിൽ വരുന്നത്. സെക്കൻഡ് ലൈനിൽ വരുന്നത് ദാനെ ആയ ഗർക്കെ അന്തർ കൈ ദിനം കെ ബാദ്, അല്ലെ, വീട്ടിൽ ധാന്യങ്ങളൊക്കെ വന്നു, കുറേ ദിവസങ്ങൾക്ക് ശേഷം ധാന്യങ്ങളൊക്കെ വന്നു. ദുവാം മുടാം ആംഗൻസെ ഊപ്പർ കൈ ദിനം കെ ബാദ്, അല്ലെ, വീടിൻ്റെ മുകളിലൂടെ എന്താണ് പുക പാറിക്കളിക്കാൻ തുടങ്ങി കുറേ ദിവസങ്ങൾക്ക് ശേഷം. ചമക്ക് ഉടി ഗർഭർക്കി ആംഗ്യം കൈ ദിനം കെ ബാദ്, അതേപോലെ തന്നെ വീട്ടുകാരുടെ കണ്ണുകളെല്ലാം എന്താവാൻ തുടങ്ങി? വെട്ടിത്തിളങ്ങാൻ തുടങ്ങി കുറേ ദിവസങ്ങൾക്ക് ശേഷം. കൗവേനെ ഗുജലായി പങ്കേം കൈ ദിനം കെ ബാദ്, അതുപോലെ തന്നെ കാക്കകളെല്ലാം എന്താവാൻ തുടങ്ങി? കാക്കകളുടെ ചിറകുകളെല്ലാം നന്നായിട്ട് ചൊറിയാനൊക്കെ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റിലെ 4 ലൈന് ക്ഷാമകാലവും അതിൻ്റെ ശേഷമുള്ള 4 ലൈന് ക്ഷാമകാലം കഴിഞ്ഞ് അവിടെ വീട്ടിലെന്ത് വരാൻ തുടങ്ങി? ഭയങ്കര സന്തോഷം, ഹാപ്പിയൊക്കെ സന്തോഷം വരാൻ തുടങ്ങി, സമാധാനം വരാൻ തുടങ്ങി. അപ്പോൾ അതും കൂടെയാണ് രണ്ടാമത് വരുന്ന ആ ഒരു പാർട്ടിൽ പറയുന്നത്. ഓക്കെ അല്ലേ?